പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധികളായ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് ഒരുമിച്ച് കൂടിയ നമ്മുടെ ഈ ഒത്തുചേരൽ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. 14 നൂറ്റാണ്ട് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ഭൂജാതനാവുമ്പോൾ അറേബ്യൻ സമൂഹം കല്ലിനെയും മരങ്ങളെയും ആരാധിക്കുന്ന ആളുകളായിരുന്നു. മനുഷ്യത്വം എന്താണെന്നറിയാത്ത ഒരു കാട്ടറബി സമൂഹത്തിലേക്കാണ് മുത്തുനബി പിറന്നു വീണത്. ചെറുപ്രായത്തിൽ തന്നെ അൽ അമീൻ എന്ന ഓമന പേര് മുത്തുനബിക്ക് ലഭിച്ചു. സ്നേഹവും സാഹോദര്യവും ജനങ്ങൾക്കിടയിൽ പരത്തി. കുറഞ്ഞ കാലം കൊണ്ടുതന്നെ സത്യവും നീതിയും ജനങ്ങൾക്കിടയിൽ പരത്താൻ നബിത്തങ്ങൾക്ക് സാധിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രസംഗം 2. സ്നേഹമുള്ള ഉസ്താദുമാരെ, കൂട്ടുകാരെ, ഞാനിവിടെ വന്നത് മുത്തുനബിയുടെ ജന്മദിനത്തിൽ 2 വാക്കു പറഞ്ഞ് ബർക്കത്തെടുക്കാൻ വേണ്ടിയാണ്. അതിന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. പ്രിയരെ, സ്നേഹത്തിൻ്റെ നിറകുടമായിരുന്നു മുത്തുനബി തങ്ങൾ. കുട്ടികളോട് ഭയങ്കര സ്നേഹമുള്ളവരായിരുന്നു. കുഞ്ഞുങ്ങളെ ചുംബിക്കാനും നബിത്തങ്ങൾ തൻ്റെ സഹചരോട് കൽപ്പിച്ചിരുന്നു. അതിലൂടെയൊക്കെ മനസ്സിലാവുന്നത് മുത്തുനബിക്ക് കുഞ്ഞുങ്ങളോട് വളരെ അധികം ഇഷ്ടമായിരുന്നു എന്നാണ്. അതുകൊണ്ട് മുത്തുനബിയെ നാം അങ്ങോട്ടും ഇഷ്ടപ്പെടണം. നബിത്തങ്ങൾ കാണിച്ചു തന്ന രീതിയിലൂടെ നാം ജീവിക്കണം. അതിന് അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രസംഗം 3. ഇൻഷാ അല്ലാഹ് നമുക്ക് 3ാമത്തെ പ്രസംഗം നോക്കാം. പ്രിയമുള്ള നാട്ടുകാരെ, മുത്തുനബിയുടെ ജന്മദിന വേദിയിൽ എല്ലാവരും പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ ഞാനും വെറുതെ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. നബിദിന പരിപാടികളുടെ കുറച്ച് ബറക്കത്ത് എനിക്കും കൂടി കിട്ടേണ്ടേ? അതിന് 1-2 വാക്കുകൾ ഞാനും പറയട്ടെ. സുഹൃത്തുക്കളെ, മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ ഭയങ്കര പുണ്യമുള്ള കാര്യമാണ്. നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹുവും അവൻ്റെ മലക്കുകളും നമ്മുടെ മേൽ 10 സ്വലാത്തുകൾ ചൊല്ലും. 10 സ്വലാത്തുകൾ എന്നു പറഞ്ഞാൽ മലക്കുകൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കും എന്നാണ്. അള്ളാഹു നമുക്ക് കാരുണ്യങ്ങൾ ഏറ്റി തരും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നബിയുടെ മേൽ സ്വലാത്തു ചൊല്ലാൻ ശ്രമിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രഭാഷണം നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.